الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاصدع بما تؤمر وأعرض عن المشركين إنا كفيناك المستهزئين الذين يجعلون مع الله إلها آخر فسوف يعلمون صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. 2-3 ആഴ്ചകളായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും തിരുമേനിയുടെ ജീവിതത്തിലെ ചില വശങ്ങളെ സംബന്ധിച്ചുമാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രവാചക ചരിത്രത്തിന് നാം വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന്. മാതൃകയായി നമ്മൾ കണ്ടെത്തേണ്ടതും പിന്തുടരേണ്ടതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ജീവിതത്തെ പിന്തുടരുക, അതിൽ നിന്ന് വെളിച്ചം കണ്ടെത്തുക, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് ആ ജീവിതത്തെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിലാണ് നമ്മുടെ രക്ഷയുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുകയും തിരുമേനിയെ സ്നേഹിക്കുകയും ചെയ്യാതെ കണ്ട് ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ആരും യഥാർത്ഥത്തിൽ വിശ്വാസികളാവുകയില്ല അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനായിത്തീരുന്നതുവരെ. അവൻ്റെ മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, സന്താനങ്ങളെക്കാൾ, മറ്റെല്ലാ മനുഷ്യരെക്കാളും അവർക്ക് പ്രിയപ്പെട്ടവൻ ഞാനായിത്തീരുന്നതുവരെ നിങ്ങളിൽ ആരും മുഅ്മിനാവുകയില്ല എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവനാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലുത് അല്ലാഹുവിൻ്റെ റസൂലാണ്. ആ തിരുമേനിയുടെ കൽപ്പനകൾക്കപ്പുറം നമുക്ക് വേറെ ആരുടെയും ഒരു കൽപ്പനയില്ല. ആ ജീവിതത്തിന്റെ മാതൃകക്കപ്പുറം നമുക്ക് വേറൊന്നിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുകയില്ല. എന്തെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് നമുക്ക് വിശ്വാസം വന്നോ അതിലപ്പുറം ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കുകയില്ല. അതുമാത്രമാണ് ശരി, അതാണ് പരമമായ സത്യം. അത് പിന്തുടരുന്നതിലാണ് മനുഷ്യന്റെ ഇഹപരവും പാരത്രികവുമായ വിജയം എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. ഇതാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവനാവുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പ്രവാചകനോടുള്ള സ്നേഹം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ
അത് നമുക്കാർക്കും തിരിയാത്ത ഭാഷയിലും നമുക്കാർക്കും മനസ്സിലാവാത്ത ശൈലിയിലും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പോരിശകൾ പാടിപ്പുകഴ്ത്തുക, അത് ഒരു ആചാരവും ആഘോഷവുമായി കൊണ്ടു നടക്കുക, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചില ഉത്സവങ്ങളോ അല്ലെങ്കിൽ സുദിനങ്ങളോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മറ്റ് മാമാമങ്ങളോ ആഘോഷിക്കുക, ഇതാണ് റസൂലിനോടുള്ള സ്നേഹം എന്ന് വലിയ ഒരു വിഭാഗം സഹോദരന്മാർ തെറ്റിദ്ധരിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നതിന്റെ താല്പര്യം അതല്ല. ആ പ്രവാചകന്റെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുക. എന്തിനു വേണ്ടി റസൂൽ വന്നു? റസൂലിന്റെ ദൗത്യം എന്തായിരുന്നു? എന്താണ് റസൂൽ നിർവഹിച്ചത്? മനുഷ്യ സമൂഹത്തോട് എന്താണ് റസൂൽ ആവശ്യപ്പെട്ടത്? അതെങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തുക? അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് നിലകൊള്ളുക? എങ്ങനെയാണ് പ്രവാചകന്റെ സന്ദേശം മനുഷ്യരാശിയുടെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുക? ഇത് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. പക്ഷേ ആ റസൂലിന്റെ യഥാർത്ഥ ചരിത്രം പോലും മനസ്സിലാക്കാതെ, ആ ചരിത്രത്തിൽ എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള പാഠങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാതെ, അത് ഒരു തരത്തിലുള്ള പാട്ടും ആഘോഷവും ഉത്സവവുമായിക്കൊണ്ട് അതിനെ ആ രൂപത്തിൽ കൊണ്ടാടുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ യഥാർത്ഥ പ്രകടന രീതിയല്ല. നമ്മുടെ സഹോദരന്മാർ പലപ്പോഴും അവർ ഇന്നത്തെ ഈ ജീവിതത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ പുതിയ തലമുറക്ക് അതിന് അവസരം ലഭിക്കുകയും ചെയ്യുന്നില്ല. പല ആളുകളെ സംബന്ധിച്ചും പല നേതാക്കന്മാരെ സംബന്ധിച്ചുമൊക്കെ അവർ പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അവരുടെ ജീവിതത്തെ അവർ മാതൃകയാക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മനസ്സിലാക്കാനോ ആ ജീവിതത്തെ പഠിക്കാനോ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനോ അവർക്ക് സാധിക്കുന്നില്ല. പുതിയ തലമുറ അതിൽ വൈമുഖ്യം കാണിക്കുന്നവരാണ്, അതിന്റെ നേരെ അവഗണന സ്വീകരിക്കുന്നവരാണ്. വളർന്നു വരുന്ന നമ്മുടെ ചെറിയ തലമുറക്ക് ആ തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം നാം നൽകുകയും ചെയ്യുന്നില്ല. അവരെ പഠിക്കുന്ന പാഠങ്ങളും അവർക്ക് അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യകളുമൊന്നും ഈ തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. ഇതാണ്, ഈ രൂപത്തിലാണ് നമ്മുടെ തലമുറകൾ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം സൂക്ഷ്മമായി പഠിക്കുകയും അതിൽ പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധയാകർഷിക്കേണ്ട വശങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയും അത് മുസ്ലിം സമൂഹത്തിന്റെ ഒരു പൊതുവായ അറിവിലും അവരുടെ ബോധമണ്ഡലത്തിലും ഉണ്ടായിരിക്കണം എന്ന് ഉദ്ദേശിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നാം കൂടുതലായി വിശദീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ പ്രാധാന്യം, ഇസ്ലാമിക ജീവിതത്തിൽ അതിന്റെ സ്ഥാനം, മുസ്ലിം തലമുറകൾ അത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതിന്റെ പ്രസക്തി, ഈ കാരണങ്ങളാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ജനസമൂഹത്തിന്റെ അറിവിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായ പ്രബോധനം നിർവഹിച്ചതിന്റെ ചരിത്രവും ആ പ്രബോധന നിർവഹണത്തിന്റെ ഫലമായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേടിയെടുക്കാൻ സാധിച്ച വിശ്വാസികളുടെ സമൂഹം അവർ ആരൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു, എത്രത്തോളമായിരുന്നു എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ വിശദീകരിച്ചത്. ഏകദേശം 2-3 വർഷക്കാലമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിൽ രഹസ്യമായ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചത് എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശ്വാസമുള്ളവരും പറഞ്ഞാൽ അപകടങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളവരും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ആ രൂപത്തിലുള്ള ഒരു പരിമിതമായ വൃത്തത്തിലായിരുന്നു ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേ അവസരത്തിൽ ഇത് ഈ രൂപത്തിൽ തന്നെ തുടർന്നു പോവാൻ പറ്റുകയില്ലല്ലോ. ഇത് പരസ്യമായി
ലോകത്തോട് മുഴുവൻ തന്നെ വിളിച്ചു പറയേണ്ട ഒരു ആദർശമാണ്. അത് ഏതെങ്കിലും ഒരു പരിമിതമായ വൃത്തത്തിൽ ഒതുങ്ങുന്നതിന് വേണ്ടിയോ ഒരു പ്രത്യേക സമൂഹത്തിലേക്കോ നാട്ടിലേക്കോ പ്രദേശത്തിലേക്കോ ഭാഷക്കാരിലേക്കോ വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതല്ല. അതിൽ തുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ എന്നാണ് അതിന്റെ വിശേഷണമായി പറഞ്ഞിട്ടുള്ളത്. ജനസമൂഹങ്ങളെ, മനുഷ്യരാശിയെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. ലിയകൂന ലിൽ ആലമീന നദീറ, മനുഷ്യ സമൂഹത്തിന് മുഴുവൻ മുന്നറിയിപ്പുകാരനായിക്കൊണ്ട് മാറുക. ഇതാണ് അതിന്റെ ആത്യന്തിക ലക്ഷ്യം. അപ്പോൾ അതിന്റെ തുടക്കം ഇങ്ങനെ ക്രമപ്രവൃദ്ധമായി തുടങ്ങുക എന്നുള്ളതായിരുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചതും അള്ളാഹു കൽപ്പിച്ചതും. അത് എന്നെന്നും ഇങ്ങനെ ഒരു ചെറിയ ഇടുങ്ങിയ മൂലയിൽ ഒരു പരിമിതമായ വൃത്തത്തിൽ കറങ്ങാനുള്ളതല്ല. അതുകൊണ്ട് അത് പരസ്യമായി പറയേണ്ട സമയം ആഗതമാവുകയാണ്. അങ്ങനെയാണ് എല്ലാ എതിർപ്പുകളെയും, എല്ലാ ശത്രുതയെയും, എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകളെയും ഒന്നിച്ച് ക്ഷണിക്കാതെ കണ്ട് ഒരു തന്ത്രത്തോടുകൂടിയും അതുപോലെ വളരെ ആസൂത്രിതമായും കാര്യങ്ങൾ മുന്നോട്ടു പോകുന്ന ഒരു നയനിലപാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ, നിന്റെ ഏറ്റവും അടുത്ത കുടുംബങ്ങളെ, അവരെ എല്ലാവരെയും തീർച്ചയായും ഈ സന്ദേശം അവർക്ക് പകർന്നു കൊടുക്കുക, അവർക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദർശപരമായ വിയോജിപ്പ് ഉണ്ട് എങ്കിൽ പോലും ഗോത്രത്തിന്റെ അടുപ്പവും അതുപോലെ തന്നെ ഒരു ഗോത്രക്കാരൻ, ഒരു കുടുംബക്കാരൻ എന്നുള്ള നിലക്കും ഈ സമൂഹത്തിന്റെ പിന്തുണ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടേണ്ടതുണ്ട്. അത് കിട്ടുകയും ചെയ്യും. കാരണം അവിടുത്തെ അന്തരീക്ഷം അങ്ങനെയുള്ളതാണ്, ആ കാലഘട്ടം അങ്ങനെയാണ്, ആ സമൂഹത്തിന്റെ ഘടന ആ രൂപത്തിലാണ് നിലകൊള്ളുന്നത്. ഒരു ഗോത്രക്കാരനായ ആള് അയാളെ സംരക്ഷിക്കുക, അയാൾക്ക് വേണ്ട പിന്തുണ നൽകുക, അയാൾക്ക് സഹായം നൽകുക എന്നുള്ളത് മൊത്തത്തിൽ ആ ഗോത്രത്തിന്റെ മുഴുവൻ തന്നെ ഉത്തരവാദിത്തമായി മനസ്സിലാക്കപ്പെടുന്നു. അതിലെ സത്യം, നീതി അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അറബി കവികൾ പണ്ട് പാടാറുണ്ടായിരുന്നു, ലാ യസ്അലൂന അഖാഹും ഹീന യൻദുബുഹും ഫിന്നാഇബാത്തി അലാ മാ ഖാല ബുർഹാന. ലാ യസ്അലൂന അഖാഹും ഹീന യൻദുബുഹും, അവരുടെ കൂട്ടുകാരൻ, അവരുടെ സഹോദരൻ, അവര് ഒരു സഹായം തേടിക്കൊണ്ട് അവരെ ക്ഷണിച്ചാൽ അവനോടവർ അന്വേഷിക്കുകയില്ല. ഫിന്നാഇബാത്തി അലാ മാ ഖാല ബുർഹാന, അയാൾ പറഞ്ഞതിന്റെ തെളിവെന്താണ്, അല്ലെങ്കിൽ അതിന്റെ ന്യായം എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യമൊന്നും അവിടെയില്ല. സഹായിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്തുണ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പുറപ്പെടലാണ്. അതാണ് ഞങ്ങളുടെ സ്വഭാവം എന്നവർ പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദർശപരമായ പിന്തുണ നൽകുന്നില്ല എങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റേതായ ഒരു സപ്പോർട്ട്, അവരുടേതായ ഒരു പിന്തുണ തീർച്ചയായും തന്നെ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് അവരോട് ആദ്യമായി കാര്യങ്ങൾ പറയുക. ഇതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരെ മുഴുവനാണ് ആദ്യമായി വിളിക്കുന്നത്. കുടുംബം ഖുറൈശി ഗോത്രമാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമെങ്കിലും അതിൽ തന്നെ പല ശാഖകളും ഉപശാഖകളും പലതരത്തിലുള്ള ഉൾപ്പിരിവുകളുമുണ്ട്. അവർക്കൊക്കെ പ്രത്യേകമായ നേതൃത്വങ്ങളും പ്രത്യേകമായ തരത്തിലുള്ള കുടുംബ ജീവിതവുമൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും, ഈ ഖുറൈശ് എന്ന് പറയുന്ന വലിയ ഗോത്രത്തിന്റെ എല്ലാ ഉൾപ്പിരിവുകളും ശാഖകളും ഉപശാഖകളുമായ ആളുകളെ എല്ലാം തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, ഇതാ എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഒരു ഉയർന്ന ഒരു പ്രദേശത്താണ് നിലകൊള്ളുന്നത്. സഫാ കുന്നിന്റെ മുകളിലാണ് നിലകൊള്ളുന്നത്. ഈ സഫാ കുന്നിന്റെ അടിഭാഗത്താണ് എന്റെ താഴെയായിട്ട് നിങ്ങൾ നിലകൊള്ളുന്നത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ കുന്നിന്റെ മറുവശത്ത് നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈന്യം കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. സഫാ കുന്നിന്റെ മുകളിൽ നിൽക്കുന്ന പ്രവാചകൻ അതിന്റെ താഴ്വരയിൽ നിൽക്കുന്ന മറ്റുള്ളവരോട് ഈ കുന്നിന്റെ മറുവശത്ത് നിങ്ങളെ ആക്രമിക്കാനുള്ള ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നു. അവർ പറയുന്നു, തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കും.
കാരണം നീ കളവ് പറഞ്ഞതായ ചരിത്രമില്ല. നീ കളവാണ് പറയുന്നത് എന്ന് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു കളവ് നിന്റെ വായിൽ നിന്ന് വരുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന പൂർവകാല ചരിത്രമല്ല നിന്റേത്. അതുകൊണ്ട് നീ അത് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും. ആ സന്ദർഭത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഇതാ വരാനിരിക്കുന്ന ഒരു വലിയ ഒരു പരലോക ജീവിതത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാൻ. ആ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിച്ചുകൊണ്ടും അവന്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ടും ആയിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങളെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ എന്നുള്ള രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസ്ഥ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള അവരുടെ മനസ്സിലെ സങ്കല്പം, ആ സങ്കല്പം ഈ ചരിത്ര സംഭവം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ വ്യക്തി അവർക്കിടയിൽ സുസമ്മതനാണ്. അദ്ദേഹം കളവ് പറയാത്തവനാണ്, സത്യസന്ധനാണ്. പല സന്ദർഭങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജനസമ്മിതി നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അതിലേക്ക് ചില പരാമർശങ്ങൾ നമ്മൾ നേരത്തെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതേ ജനത തന്നെ അള്ളാഹുവിന്റെ ഈ പ്രവാചകൻ അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ ഏകനായ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നും അവരുടെ ആരാധ്യ വസ്തുക്കളെ വർജിക്കണമെന്നും അവരോട് ആവശ്യപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് കൂടുതൽ കുപിതനായിക്കൊണ്ട്, രോഷാകുലനായിക്കൊണ്ട് അബൂലഹബ് പുറത്തേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, തബ്ബൻ ലക അലിഹാദ ജമാഅത്തന, ഇതിനാണോ നീ ഞങ്ങളെ എല്ലാവരെയും വിളിച്ചുകൂട്ടിയത്, എന്തൊരു നാശം എന്ന് പറഞ്ഞുകൊണ്ട് അബൂലഹബാണ് ഒന്നാമതായി ഈ സന്ദേശത്തെ എതിർക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്, തന്റെ കുടുംബത്തിൽ നിന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിയോജിപ്പുണ്ട് എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർ അംഗീകരിക്കുന്നില്ല എങ്കിലും ഈ രൂപത്തിലുള്ള പരുഷമാർന്ന ഒരു പെരുമാറ്റം മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അബൂലഹബിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അബൂലഹബാണ് എങ്കിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത ബന്ധു കൂടിയാണ്. അങ്ങനെയുള്ള അബൂലഹബ് ഈ രൂപത്തിലുള്ള ഒരു നിലപാട് കുടുംബപരമായിട്ടുള്ള ആ ബന്ധങ്ങൾ പോലും പരിഗണിക്കാതെ കണ്ട് വളരെ ശത്രുതാപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. മാത്രമല്ല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരായിട്ട് പല നിലപാടുകളും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിമാരെ വിവാഹമോചനം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിമാരെ വിവാഹം കഴിച്ച പല ആളുകളെയും അബൂലഹബ് പ്രേരിപ്പിക്കുകയും ചില ആളുകളെ നിർബന്ധിക്കുകയും ചെയ്യുകയുണ്ടായി. ഇങ്ങനെയുള്ള ഒരുപാട് ദ്രോഹങ്ങൾ ഇസ്ലാമിനും അതുപോലെ തന്നെ പ്രവാചകന് വ്യക്തിപരമായും നടത്തിയ ഒരു വ്യക്തിയായിരുന്നു അബൂലഹബ്. അതുകൊണ്ടെല്ലാമാണ് അബൂലഹബിനെ പ്രത്യേകം പേരെടുത്തു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അധിക്ഷേപിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ തന്റെ കുടുംബത്തെ ഒന്നാമതായി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിന്റെ സന്ദേശം കേൾപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് കുടുംബത്തിൽ അത് പരിമിതമാകുന്നില്ല, എല്ലാവരോടും പരസ്യമായിട്ടുള്ള പ്രബോധനം അതോടുകൂടി തുടരുകയാണ്. ഫസ്ദഅ ബിമാ തുഅ്മർ വഅരിദ് അനിൽ മുശ്രിക്കീൻ. ഫസ്ദഅ ബിമാ തുഅ്മർ, എന്താണോ നീ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത് അത് നീ പരസ്യമായി പ്രഖ്യാപിക്കുക, എല്ലാവരെയും അറിയിക്കുക. വഅരിദ് അനിൽ മുശ്രിക്കീൻ, അതിനെ എതിർക്കുകയും അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ബിംബാരാധകരായിക്കൊണ്ട് തന്നെ നിലക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ നീ അവഗണിച്ചേക്കുക. നീ നിന്റെ മാർഗത്തിലൂടെ നിന്നെ ഏൽപ്പിച്ച ചുമതല നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭ്യമാകുന്നു. അതോടുകൂടി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ പരസ്യമായ തോതിൽ എല്ലാ വിഭാഗങ്ങളിലും നടത്തുന്നതായിട്ടാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അല്ലെങ്കിൽ കുടുംബക്കാരനെന്നോ കുടുംബമില്ലാത്തവനെന്നോ അടിമയെന്നോ ഉടമയെന്നോ ഇങ്ങനെയുള്ള ഒരു വ്യത്യാസവുമില്ല. മാത്രമല്ല ഗോത്രങ്ങളുടെ നേതാക്കന്മാരെ പോയി കാണുന്നു. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളും അത്തരത്തിലുള്ള അവരുടെ സദസ്സുകളുമൊക്കെ എവിടെയുണ്ടോ അവിടങ്ങളിലെല്ലാം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നു.
അങ്ങനെ ഒറ്റയായും കൂട്ടായും ആളുകൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ചന്തകളിലും അവരുടെ മാർക്കറ്റുകളിലും അവരുടെ ആരാധനാലയങ്ങളുടെ പ്രദേശങ്ങളിലും എല്ലായിടത്തും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെടുന്നു. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ സംബന്ധിച്ച്, ഏകദൈവത്വത്തെ സംബന്ധിച്ച്, തൗഹീദിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആഖിറത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. നിരന്തരമായി ഒരു സന്ദർഭവും ഒഴിവാക്കാതെ കണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തിരുമേനിയിൽ വിശ്വസിച്ച വളരെ പരിമിതമായ സഹാബത്ത് ആരെല്ലാം ഉണ്ടായിരുന്നു, അവരെല്ലാം ഓരോരുത്തരും അവരവരുടെ കഴിവുകളുടെ തോതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അങ്ങനെ ഈ ദീനിന്റെ പ്രവർത്തനങ്ങൾ സാർവത്രികമായി വളരെ വിശാലമായ രീതിയിൽ, വളരെ പ്രധാനമായ രീതിയിൽ നിർവഹിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതോടുകൂടി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ പരസ്യമായി എല്ലാവരോടും അതിന്റെ സംബോധന നിർവഹിക്കുകയും എല്ലാവരെയും ദീനിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ കാര്യങ്ങൾ ജനങ്ങളെ പ്രബോധനം ചെയ്യുകയും അവരതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പോൾ മുഖ്യമായി എതിരാളികൾ എന്തൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ക്ഷണിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തൗഹീദിലേക്കാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അല്ലാഹു എന്ന് പറയുന്ന, അല്ലെങ്കിൽ സർവ്വലോക രക്ഷിതാവ് എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ആ വലിയ ശക്തിയെ ഒരിക്കലും തന്നെ അവർ നിഷേധിക്കുന്നില്ല. അവൻ തന്നെയാണ് പരമമായി എല്ലാ ദൈവങ്ങളുടെയും മുകളിൽ നിലകൊള്ളുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടാതെ വേറെയും പല സഹദൈവങ്ങളുമുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. പല കാര്യങ്ങളും നിർവഹിക്കാനും പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്ന ആ പരമേശ്വരന്റെ താഴെ, ആ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ താഴെ ചെറിയ ദൈവങ്ങളായി വേറെയും പലതും ഉണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പലതും നിർവഹിക്കാൻ സാധിക്കും, ശുപാർശ ചെയ്യാൻ സാധിക്കും, തങ്ങൾ ഉദ്ദേശിക്കുന്നവരായ ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും സാമീപ്യം സിദ്ധിച്ച ആളുകളാണ് ആ ദൈവങ്ങളാണ് അവർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സഹദൈവങ്ങളെ കൂടി ഇതോടൊപ്പം തന്നെ പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മാത്രമല്ല മലക്കുകൾ എന്ന് പറയുന്ന വേറെ ഒരു സൃഷ്ടികളുണ്ട് എന്നും അവർ വിശ്വസിക്കുന്നു. ഈ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണ അത് അള്ളാഹുവിന്റെ പുത്രിമാരാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുത്രിമാരാണ് അവർ. ദേവതകൾ എന്നൊക്കെ നമ്മൾ സാധാരണ ഹൈന്ദവ പുരാണങ്ങളിൽ കാണാമല്ലോ. അപ്പൊ ആ രൂപത്തിലുള്ള ദേവതകളാണ് ഈ മലക്കുകൾ എന്ന് പറയുന്ന ശക്തികൾ. അങ്ങനെയുള്ള ഒരു വിഭാഗം അതും തന്നെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്, അള്ളാഹുവിനെ കൂടാതെ വേറെ ഉണ്ട് എന്നും അവരെയും പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു. ജിന്നുകൾ എന്ന് പറയുന്ന വേറെ ഒരു വിഭാഗമുണ്ട് എന്നും ഈ ജിന്നുകളും അള്ളാഹുവുമായിട്ട് ചില ബന്ധങ്ങളുണ്ട് എന്നും, അഥവാ രക്തബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളുണ്ട് എന്നും അവർ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ബഹുദൈവത്വപരമായ വിശ്വാസങ്ങളാണ് അന്നത്തെ കാലഘട്ടത്തിൽ അറബികൾ കൊണ്ടു നടന്നിരുന്നത്. അപ്പൊ ഇവരെ എല്ലാമാണ് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ദൈവങ്ങളെയും ദൈവിക സങ്കല്പങ്ങളെയും ഒക്കെ നിങ്ങൾ കയ്യൊഴിക്കണം എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തിയായി അവരോട് ആവശ്യപ്പെട്ടത്. അതാണ് അവർക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ ഇരുന്ന ഒരു കാര്യം. അവരുടെ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അവരെ ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ച കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അവരുടെ ഒരു പ്രതികരണം അങ്ങനെയായിരുന്നു. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ ദൈവങ്ങൾക്കും പകരം ഒരൊറ്റ ഇലാഹ് മാത്രം മതി എന്നാണോ ഇദ്ദേഹം പറയുന്നത്? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണല്ലോ, വിചിത്രമായ ഒരു കാര്യമാണല്ലോ. ഇതായിരുന്നു അവരുടെ ഒരു പ്രതികരണം. അപ്പോൾ പല ദൈവങ്ങളും ഉള്ളതോടൊപ്പം
ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവനാണ് സർവശക്തൻ എന്നോ അല്ലെങ്കിൽ അവൻ അവയുടെ എല്ലാം തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു ശക്തിയാണ് എന്നോ സമ്മതിക്കുന്നതിന് അവർക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. ഖുർആൻ തന്നെ അത് എടുത്തു പറഞ്ഞു, വലയിൻ സാൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശങ്ങള് ഭൂമി ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളയാണ് അതൊക്കെ പടച്ചത്, അതൊക്കെ ഞങ്ങളുടെ ഈ കുട്ടി ദൈവങ്ങളാണ് പടച്ചത് എന്നുള്ള വിശ്വാസമൊന്നും അവർക്കില്ല. അതൊക്കെ അള്ള തന്നെയാണ് പടച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഇതിന്റെ എല്ലാം തന്നെ ഉടമ എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഈ ചെറിയ ശക്തികളും ചെറിയ ദൈവങ്ങളും ഒക്കെ എന്ന് പറയുമ്പോൾ അവർക്കതിനുള്ള മറുപടി മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അവരെ ഞങ്ങൾ ഇബാദത്തെടുക്കുന്നത് അവർ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ശുപാർശകന്മാരായി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം സിദ്ധിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെയാണ് ഈ ദൈവങ്ങളെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്, ആരാധിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്നായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വജഅലൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ. അള്ളാഹുവിന്റെ ദാസന്മാരായ മലക്കുകളെ അവർ പുത്രിമാരായും സ്ത്രീ വിഭാഗമായി കൊണ്ടുമൊക്കെ സങ്കല്പിക്കുന്നു. ഇതും അവർ ചെയ്തിരുന്നതാണ്. അതുപോലെ വജഅലു ബൈനഹു വബൈനൽ ജിന്നത്തി നസബ. അള്ളാഹുവിന്റെയും ജിന്നുകളുടെയും ഇടയിൽ ഒരു കുടുംബബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ബഹുദൈവത്വ സങ്കല്പങ്ങൾ കൊണ്ട് നടക്കുന്ന ജനതയെ അതിനെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഏകനായ അള്ളാഹുവിലേക്ക്, ആകാശഭൂമികളെ പടച്ച, ലോകത്തെ മുഴുവൻ തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകമായ ഗുണവിശേഷണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ, എല്ലാ ഗുണങ്ങളുടെയും ഉടമയായ, എല്ലാറ്റിനും കഴിവുള്ളവനായ, സർവശക്തനായ, സർവവിജ്ഞാനത്തിന്റെയും ഭണ്ഡാരമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇലാഹായിക്കൊണ്ട് അംഗീകരിച്ച് അവന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നതായിരുന്നു അവരോട് പ്രവാചകൻ നിർദ്ദേശിച്ചത്. അതാണ് അവർക്ക് സമ്മതിക്കാൻ പ്രയാസമുണ്ടായിരുന്ന മൗലികമായ കാര്യം. രണ്ടാമതായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞപ്പോൾ, പരലോകത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, ആ പരലോകവും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. പരലോകത്തെ നിഷേധിക്കുന്നവരായിരുന്നു അന്നത്തെ അറബികൾ. അവരെ അള്ളാഹുവിൽ ആണയിട്ടുകൊണ്ട് പറയും, വഖ്സമൂ ബില്ലാഹി ജഹിദ ഈമാനിഹിം ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്. വഖ്സമൂ ബില്ലാഹി ജഹിദ ഈമാനിഹിം. എത്ര കണ്ട് ശക്തിയായിട്ട് ശപഥം ചെയ്തും സത്യം ചെയ്തും പ്രതിജ്ഞ ചെയ്തും പറയാൻ പറ്റുമോ അത്രയും ശക്തിയായി പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവർ പറയും, ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്. മരിച്ചവരെ അള്ളാഹു വീണ്ടും പുനർജീവിപ്പിക്കുകയില്ല എന്ന്. മരിച്ചുപോയാൽ അതോടുകൂടി കഴിഞ്ഞു, പിന്നെ മനുഷ്യന് വേറെ ഒരു ജീവിതമുണ്ട് എന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഹിയ ഹയാത്തുന ദുനിയ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസീൻ. ജീവിതം എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതമാണ്. ഇവിടെ നമ്മൾ ജീവിക്കുന്നു, ഇവിടെ നിന്ന് നമ്മൾ മരിക്കുന്നു. വമാ നഹ്നു ബിമബ്ഊസീൻ. ഒരു പുനർജന്മം എന്ന് പറയുന്നത്, രണ്ടാമതൊരു മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ സംഭവിക്കുന്നതല്ല. അതുപോലെ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു നുരുമ്പിച്ച എല്ലും കഷ്ണവുമായി കൊണ്ടുവന്നുകൊണ്ട് പറയുകയാണ്, ഈ നുരുമ്പിയ എല്ല് ആരാണ് വീണ്ടും അതും ഒരു ജീവിയായിക്കൊണ്ട് അതിനെ പുനർജീവിപ്പിക്കുക? അസാധ്യമാണ്, അസംഭവ്യമാണ്. അപ്പോൾ ഈ രീതിയിൽ ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം, പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതും അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അന്നത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംബോധിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകാര്യമായ കാര്യങ്ങളായിരുന്നില്ല. മൂന്നാമതായി അവർക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത് ഖുർആൻ എന്ന് പറയുന്നത് ഇത് ദൈവിക ഗ്രന്ഥമല്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കലാമ്, അള്ളാഹുവിന്റെ വചനങ്ങൾ, ദൈവികമായ ഗ്രന്ഥം അള്ളാഹു വഹിയായിക്കൊണ്ട് മുഹമ്മദിന് അവതരിപ്പിച്ചു കൊടുത്തത് എന്ന് സമ്മതിക്കാൻ അവർ തയ്യാറുണ്ടായിരുന്നില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുള്ള ഒരു മനുഷ്യർക്ക്, ഒരു ജനതയ്ക്ക് ആ തിരുമേനിയുടെ വാക്യങ്ങളും പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള അന്തരം വളരെ വേഗത്തിൽ ബോധ്യപ്പെടുന്നതാണ്. 40 വയസ്സുവരെ റസൂൽ തിരുമേനി അവർക്കിടയിൽ ജീവിച്ചതാണ്. ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതിന്റെ സ്വഭാവം, തിരുമേനിയുടെ ഭാഷാ ശൈലി, ഇത് അവർക്ക് വളരെ പരിചയമുണ്ട്. അതുകൊണ്ട് 40 കൊല്ലക്കാലം അവരത് ശീലിച്ചതാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തി തികച്ചും വ്യത്യസ്തമായ തിരുമേനിയുടെ
സംസാരവുമായിട്ടോ അല്ലെങ്കിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളുമായിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിലും വിജ്ഞാനത്തിലും ഉൾപ്പെടാത്ത മറ്റു മേഖലകളിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുമൊക്കെ പറയുന്നത് അത് വേറെ ഏതോ ഒരു സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനമാണ് എന്നും ആ വചനങ്ങൾ മുഹമ്മദിന്റേതല്ല എന്നും അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, എന്നാൽ അതിന്റെ അർത്ഥം ഇത് എനിക്ക് എന്റെ സ്വന്തം കഴിവനുസരിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ അത് വേറുള്ള ആളുകൾക്കും ഉണ്ടാക്കാമല്ലോ. ഞാൻ പറയുന്നത് പോലെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് മുഹമ്മദിന്റെ സൃഷ്ടിയാണ് എങ്കിൽ, അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാളുടെ വാക്കുകളും അയാളുടെ മൊഴികളുമാണ് എങ്കിൽ അത് വേറുള്ള ആളുകൾക്കും അതുപോലെയുള്ളത് പറയാനും കൊണ്ടുവരാനും സാധിക്കേണ്ടതാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു 10 ചെറിയ 100 ചില്ലാനം അധ്യായങ്ങളുള്ള ഒരു ഖുർആൻ, അതിൽ നിന്നൊരു 10 ചെറിയ സൂക്തങ്ങളെ പോലെയുള്ളത് നിങ്ങൾ കൊണ്ടുവരുകയും എന്ന് പറയുന്നു. ആ 10 പോയിട്ട് പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരുകയും എന്ന് പറയുന്നു. ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വഇൻ കുൻതും അലാ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഭാഷയിലാണ് ആ വെല്ലുവിളി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിക്കുന്നത്. എന്റെ ദാസന് നാം ഇറക്കിയ ഈ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ അതുപോലെയുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരുവീൻ എന്നവരോട് പറയുന്നു. അതെല്ലാം തന്നെ കഴിഞ്ഞ അവസാനമായി ഖുർആൻ അവരോട് പറയാണ്, ഖുൽ ലൈൻ ജിതമാഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ സഹീറ. നബി അവരോട് പറയുക ഒരു കാര്യം, മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടിയാലും ശരി, ഖുൽ ലൈൻ ജിതമാഅത്തിൽ ജിന്നു വൽ ഇൻസ് അലാ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആനെ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചാൽ ലാ യഅതൂന ബിമിസ്ലിഹി, അതുപോലെയുള്ളതൊന്ന് കൊണ്ടുവരാൻ ജിന്നുകളും ഇൻസുകളും മുഴുവൻ ശ്രമിച്ചാലും സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ അവർക്ക് ഖുർആന്റെ നേരെ വല്ല വെല്ലുവിളികളും ഉയർത്താൻ സാധിക്കുമെങ്കിൽ ഖുർആനിന്റെ ദൈവീകതയിലും അതിന്റെ അമാനുഷികതയിലും അവർക്ക് സംശയമുണ്ട് എങ്കിൽ ആ ഖുർആനിനെ പോലെയുള്ളത് നിങ്ങൾ കൊണ്ടുവരികയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവരെ വെല്ലുവിളിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അവർ കാര്യമായി വിമർശിക്കുകയും അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരാകരിക്കുകയും ചെയ്തത് ഖുർആനിനെയായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് അവർക്ക് പറയാനുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആ പ്രവാചകൻ റസൂലല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലല്ല എന്നുള്ള കാര്യമായിരുന്നു. കാരണം അവർക്ക് പറയാനുള്ളത് റസൂലിന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ചോ റസൂല് പറയുന്നത് കളവാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല. അവരുടെ ന്യായങ്ങൾ വേറെ പലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റസൂലിനെ അയക്കുകയാണ് എങ്കിൽ ഇങ്ങനെയുള്ള സാധാരണ ഒരു മനുഷ്യനെ റസൂലായിട്ട് അയക്കുമോ? ഈ മനുഷ്യൻ എന്താണ് എല്ലാവരെയും പോലെയുള്ള ഒരാൾ, 2 കാല്, 2 കൈകൾ, അതുപോലെ കണ്ണും കാതും, അതുപോലെയുള്ള മറ്റെല്ലാ അവയവങ്ങളും, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, ഇങ്ങനെ സാധാരണ മനുഷ്യരെ പോലെയുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഇങ്ങനെയുള്ള ഒരു വ്യക്തി അള്ളാഹുവിന്റെ ദാസനായിട്ട് എങ്ങനെ ഇറങ്ങും? അള്ളാഹുവിന്റെ പ്രവാചകനായിക്കൊണ്ട് എങ്ങനെ നിയോഗിക്കപ്പെടും? അതിന് വല്ല മലക്കുകളോ ആ രൂപത്തിലുള്ള മറ്റ് അന്യജീവികളോ ഒക്കെ വരേണ്ടതില്ലേ എന്നാണ് അവരുടെ ഒരു സംശയം. അതുകൊണ്ട് അവർ ചോദിക്കുന്നു, വഖാലു മാ ലിഹാദ റസൂൽ യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖ് ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ ഫയകൂന മഅഹു നദീറ. അവർ പറയുകയാണ്, മാ ലിഹാദ റസൂൽ, എന്ത് ഒരു പ്രവാചകനാണ് ഇദ്ദേഹം, യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖ്, ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, ഇതെങ്ങനെയുണ്ട് ഒരു പ്രവാചകൻ? പിന്നീട് ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ ഫയകൂന മഅഹു നദീറ, എന്തുകൊണ്ട് കൂടെ ഒരു മലക്കിനെ ഇറക്കുന്നില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇങ്ങനെ ഒരു റസൂലിനെ അയക്കണമെന്നുണ്ട് എങ്കിൽ ഇയാളെ റസൂലാണ് എങ്കിൽ കൂടെ ഒരു മലക്കും കൂടി വന്നിട്ട് ഇതാ ഇദ്ദേഹം റസൂലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു രീതിയൊക്കെ വേണ്ടേ? ഇങ്ങനെയുള്ള വളരെ അപരിഷ്കൃതമായ അല്ലെങ്കിൽ വളരെ ദുശ്ശാഠ്യത്തോടു കൂടിയ ചിന്തകളായിരുന്നു അവർ പ്രകടിപ്പിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന് പരിശുദ്ധ ഖുർആനിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മലക്കിനെയാണ് ഇറക്കുന്നത് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നാൽ ആ മലക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക? നിങ്ങളുടെ മുന്നിൽ ഒരു പക്ഷേ 1000കണക്കിന് മലക്കുകൾ ഇപ്പൊ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കാം. ഈ മലക്കുകളൊക്കെ നിങ്ങൾ കാണുമോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ?
അപ്പൊ നിങ്ങൾക്ക് കാണുകയും അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കണമെന്നുണ്ട് എങ്കിൽ ആ മലക്കും പിന്നെ ഒരു മനുഷ്യന്റെ കോലത്തിൽ തന്നെ ഇറങ്ങേണ്ടി വരും. അങ്ങനെയുള്ള ഒരു മലക്ക് മനുഷ്യക്കോലത്തിൽ ഇറങ്ങിയാൽ പിന്നെ ആദ്യം തന്നെ ഒരു മനുഷ്യനാണ്ട് ഇറക്കിയാൽ പോരെ, പിന്നെ ഈ സംശയങ്ങളൊക്കെ വീണ്ടും രണ്ടാമതും തുടങ്ങുകയില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ ജനതയിൽ നിന്ന് ഉയർന്നു വന്ന സംശയങ്ങൾ മൗലികമായ വിശ്വാസകാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നതൊക്കെയായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ സമൂഹത്തിൽ നേരിട്ട വെല്ലുവിളികൾ, അവരുടെ പ്രതികരണങ്ങൾ, എങ്ങനെയാണ് പ്രവാചകന്റെ സന്ദേശത്തോട് അവരെ പ്രതികരിച്ചത്, ഈ കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അതിനെല്ലാം തന്നെ വിശുദ്ധ ഖുർആൻ വ്യക്തമായ രൂപത്തിൽ മറുപടി പറയുകയും ചെയ്യുന്നു. എന്നിട്ട് മനുഷ്യരെ അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്കും അതുപോലെ പരലോക വിശ്വാസത്തിലേക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിലേക്കും വിശുദ്ധ ഖുർആനിന്റെ ദിവ്യഗ്രന്ഥം എന്ന ഏജാസിലേക്കും ക്ഷണിച്ചുകൊണ്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് പരിശുദ്ധ ഖുർആൻ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. എന്ത് തന്നെ ഉണ്ടായാലും ശരി, നീ അള്ളാഹുവിന്റെ ഈ സന്ദേശങ്ങളുമായി മുന്നോട്ട് പോവുക എന്ന ധൈര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയും ചെയ്തു. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. ആരെല്ലാം ഇതൊക്കെ കളിയാക്കിക്കൊണ്ട് നടക്കുന്നുവോ, ആരെല്ലാം ഇതിനെതിരെ വിമർശനങ്ങളും അതുപോലെ തന്നെ അതിനെതിരായ പ്രവർത്തനങ്ങളും നടത്തുന്നുവോ അവരെയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ തരത്തിലുള്ള എതിർപ്പുകളെയും ഞാൻ തന്നെ നേരിട്ട് കൊള്ളാം. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ അല്ലദീന യജാലൂന മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിനെ കൂടാതെ മറ്റ് ഇലാഹുകളെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ആ ബഹുദൈവത്വത്തിൽ തന്നെ അടിയുറച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഈ സമൂഹമുണ്ടല്ലോ, അവരെ തീർച്ചയായും തന്നെ ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ്. ഫസൗഫ യഅലമൂൻ. അവർ അറിയുക തന്നെ ചെയ്യും. അതിന്റെ പരിണാമവും അതിന്റെ പ്രത്യാഘാതവും എന്തായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പോകുന്നു. ഈ പ്രവാചകൻ ആ പ്രവാചകന്റെ സന്ദേശവും ആ സത്യത്തിന്റേതായ പ്രബോധനവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം തീർച്ചയായും തന്നെ അത് ഇവിടെ വിജയിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യും എന്ന ധീരമായ ഒരു പ്രഖ്യാപനവും പരിശുദ്ധ ഖുർആൻ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ചരിത്രത്തിൽ അത് സത്യസന്ധമായി പുലരുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിച്ച് മരിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.